ഇപ്പോൾ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ വേണമെന്നുണ്ടെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൽ എങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൾ ചെയ്യാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ കസ്റ്റമർ കെയറിലോട്ട് കോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾ ഗൂഗിൾ ടൈലറിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ കാണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോള് റെക്കോർഡ് ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു കോള് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡ് ചെയ്തത് സേവ് ആവുന്നതായിരിക്കും. അപ്പം അതിനുശേഷം ഞാൻ കോള് ഡിസ്കണക്ട് ചെയ്യാണ്. ഇനിയിപ്പം ഈ ഒരു റീസൺസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കോള് കാണാൻ പറ്റും. അപ്പം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു റെക്കോർഡിംഗ് എന്താണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഇപ്പോൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഫയൽസിലോട്ട് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ടു മൈ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ സേവ് ടു ഫയൽസ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽസിലോട്ടും സേവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൽ കോൾ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.